കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇത്തവണ ചർച്ചാ വിഷയം റോഡുകളും പാലങ്ങളും അഴിമതിയും മാത്രമല്ല. 3000 കിലോമീറ്റർ അകലെ ഗൾഫിൽ നടക്കുന്ന യുദ്ധവും രാഷ്ട്രീയ കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മാർച്ച് 1 യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലും പ്രകടമായി. കാരണം നമുക്കിത് വെറും ഭൗമരാഷ്ട്രീയ വിഷയമല്ല, നമ്മുടെ കുടുംബകാര്യമാണ്. ഏകദേശം 21 ലക്ഷം മുതൽ 25 ലക്ഷം വരെ മലയാളികൾ 6 ഗൾഫ് രാജ്യങ്ങളായി ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഓരോ 6 വീടുകളിൽ ഒന്നിൽ എന്ന കണക്കിൽ പ്രവാസികളുണ്ട്. അതായത് കേരളത്തിലെ 16.6% വീടുകളുടെയും പ്രധാന വരുമാന മാർഗം ഗൾഫിൽ നിന്നുള്ള പണമാണ്. പ്രതിവർഷം ഏകദേശം 2 ലക്ഷം കോടിയോളം രൂപ ഇവർ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. വീട് പണിയാനും സഹോദരിയുടെ വിവാഹം നടത്താനും കുട്ടികളുടെ പഠനത്തിനുമെല്ലാം ആ പണം വേണം. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ പതിക്കുന്ന ഓരോ മിസൈലുകളും മലയാളികളുടെ നെഞ്ചിൽ കൂടി പതിക്കുന്നത്. അതിനാൽ തന്നെ ഏപ്രിൽ 9 ബൂത്തിലേക്ക് നടക്കുമ്പോൾ മലയാളികളുടെ ഓരോ വോട്ടിലും ഗൾഫിലേക്കുള്ള പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഉണ്ടാകും. എങ്ങനെയാണ് ഗൾഫിൽ പടരുന്ന യുദ്ധത്തിന്റെ തീ കേരള ഇലക്ഷനെ ബാധിക്കുക? ചരിത്രവും വർത്തമാനവും കണക്കുകളും നിരത്തി നമുക്കത് പരിശോധിക്കാം. ചരിത്രം ആവർത്തിക്കുകയാണ്. 1990 സദ്ദാം ഹുസൈന്റെ സൈന്യം കുവൈത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ തകർന്നത് 1.5 ലക്ഷം മലയാളികളുടെ സ്വപ്നങ്ങളായിരുന്നു. 91 തെരഞ്ഞെടുപ്പിൽ ഈ യുദ്ധം വലിയ ചർച്ചാ വിഷയമായി. അന്ന് LDF സദ്ദാം ഹുസൈനെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായി ഉയർത്തിക്കാട്ടി മലബാറിലെ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിൽക്കാലത്ത് കേരളത്തിൽ നോർക്ക എന്ന വിപ്ലവാത്മകരമായ ആശയം ഉടലെടുത്തത്. സാധാരണ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 91 ഇലക്ഷനിൽ പ്രവാസികളുടെ സജീവ പങ്കാളിത്തമുണ്ടായി. ഇതിന് പ്രധാന കാരണം ഗൾഫ് യുദ്ധം മൂലം കുവൈറ്റിൽ നിന്നും മറ്റും തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ ഏകദേശം 1.5 ലക്ഷത്തോളം മലയാളികളാണ്. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചത് പല മണ്ഡലങ്ങളിലും നിർണായകമായി. അവരുടെ കുടുംബാംഗങ്ങൾക്കിടയിലുണ്ടായ ഉത്കണ്ഠയും പോളിംഗ് ബൂത്തുകളിലെ തിരക്ക് വർദ്ധിപ്പിച്ചു. ഇടതുപക്ഷം സദ്ദാം ഹുസൈനെ ഉയർത്തിക്കാട്ടിയത് മലബാറിലെ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വലിയ ചലനമുണ്ടാക്കി. ഇത് മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലങ്ങളിൽ പോലും വിള്ളലുകൾ വീഴ്ത്താൻ LDFന് സഹായിച്ചു. അമേരിക്കൻ വിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് LDF പ്രതീക്ഷിച്ചു. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDF വിജയം നേടി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നടന്ന രാജീവ് ഗാന്ധിയുടെ വധം സൃഷ്ടിച്ച സഹതാപ തരംഗം ഗൾഫ് യുദ്ധം ഉയർത്തിയ രാഷ്ട്രീയ ചർച്ചകളെ ഒരു പരിധിവരെ മറികടന്നു. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ കക്ഷിയായ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന തോന്നൽ പ്രവാസി കുടുംബങ്ങൾക്കിടയിൽ UDFന് അനുകൂലമായ വോട്ടുകൾ നേടിക്കൊടുത്തു. സദ്ദാം ഹുസൈന്റെ ചിത്രം പോസ്റ്ററുകളിൽ നിരത്തി ഇടതുപക്ഷം സാമ്രാജ്യത്വ വിരുദ്ധത പറഞ്ഞപ്പോൾ പ്രവാസികളുടെ സുരക്ഷയും മടങ്ങിവന്നവരുടെ പുനരധിവാസവും പറഞ്ഞ് UDF അധികാരം പിടിച്ചു. പ്രവാസികൾക്ക് ഇത്രത്തോളം സ്വാധീനം തിരഞ്ഞെടുപ്പിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പ്രവാസികൾക്കായി പ്രത്യേക വകുപ്പ് വേണമെന്ന ചിന്ത രാഷ്ട്രീയ കേരളത്തിലുണ്ടായത്. ഇതിന്റെ ഫലമാണ് നോർക്ക. ഇന്ന് വീണ്ടും ഒരു ഇലക്ഷൻ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം രാഷ്ട്രീയ കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഇസ്രായേൽ അമേരിക്കൻ നീക്കങ്ങളെ ശക്തമായി അപലപിച്ചു. ഇറാനെതിരെയുള്ള യുദ്ധം ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയെ തകർക്കും എന്ന CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവന മലബാറിലെ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി മുതൽ VD സതീശൻ വരെയുള്ളവർ കോൺഗ്രസിന്റെ നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ഒഴിപ്പിക്കൽ നടപടികളിൽ പരാജയപ്പെടുന്നുവെന്നും പ്രവാസികളുടെ സുരക്ഷയിൽ മോദി ഭരണകൂടം നിശബ്ദത പാലിക്കുന്നുവെന്നുമാണ് UDFന്റെ വാദം. മോദി സർക്കാർ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് ആഗോള സുരക്ഷയ്ക്കാണെന്ന വാദം ഉത്തരേന്ത്യയിൽ ഏൽക്കുമെങ്കിലും ഇത് കേരളത്തിൽ BJPക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കേരളത്തിലെ ആകെ വോട്ടർമാരുടെ ഏകദേശം 10 മുതൽ 12% വരെ വോട്ടുകൾ പ്രവാസികളോ അവരുടെ കുടുംബങ്ങളുടേതോ ആണ്. 40ഓളം മണ്ഡലങ്ങളിൽ ഇവരാണ് വിധി നിശ്ചയിക്കുന്നത്. മാർച്ച് ആദ്യ 2 ആഴ്ചകളിൽ പ്രവാസി പണമൊഴുക്കിൽ 30% വർധനവുണ്ടായി. സമ്പാദ്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം എന്ന ഭയത്തിൽ പ്രവാസികൾ സമ്പാദ്യം മുഴുവൻ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $126 കടന്നു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ കേരളത്തിലെ ഹോട്ടലുകളിൽ LPG ക്ഷാമം തുടങ്ങി. ഇത് സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റ് തകർത്തു. പ്രവാസികളുടെ വോട്ട് അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവരെ ആശ്രയിച്ചു കഴിയുന്ന 4ഓ 5ഓ വരുന്ന കുടുംബാംഗങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തി വോട്ട് ചെയ്യും. അവർ ചിന്തിക്കുന്നത് ഗൾഫിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ചാണ്. ഗൾഫ് എന്നാൽ കേരളത്തിന് വിദേശമല്ല, അത് നമ്മുടെ പ്രിയപ്പെട്ടവർ വിയർപ്പൊഴുക്കുന്ന നാടാണ്. ഈ യുദ്ധം സൃഷ്ടിക്കുന്ന വികാരം 2 രീതിയിലാണ് കേരളത്തിൽ പ്രതിഫലിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ഇതൊരു വൈകാരിക രാഷ്ട്രീയ വിഷയമാകുമ്പോൾ തെക്കൻ കേരളത്തിൽ ഇതൊരു സാമ്പത്തിക അതിജീവന പ്രശ്നമാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യുദ്ധം ഒരു വൈകാരിക വിഷയമാണ്. അവിടെ പ്രവാസികൾ കേവലം പണം അയക്കുന്നവർ മാത്രമല്ല, മറിച്ച് ആ കുടുംബങ്ങളുടെയും സമുദായത്തിന്റെയും അവിഭാജ്യ ഘടകമാണ്. അവിടെ ഇസ്രായേൽ അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെയുള്ള വികാരം വോട്ടായി മാറ്റാൻ ഇടതുപക്ഷത്തിന് വളരെ എളുപ്പമാണ്. എന്നാൽ പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് വരുമ്പോൾ ചിത്രം മാറുന്നു. ഇവിടെ വിഷയം EMIകളും ബാങ്ക് ലോണുകളുമാണ്. ഇവിടുത്തെ പ്രവാസികളിൽ വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. ദുബായിലും അബുദാബിയിലും ജോലി ചെയ്യുന്ന ഇവരുടെ പ്രധാന ഉത്കണ്ഠ നാട്ടിലെ വലിയ വീടുകളുടെ ലോണുകളെക്കുറിച്ചും മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസ ചിലവുകളെക്കുറിച്ചുമാണ്.
യുദ്ധം കാരണം ജോലി നഷ്ടപ്പെട്ടാൽ സാമ്പത്തിക സുരക്ഷിതത്വം തകരുമെന്ന ഭയമാണ് ഇവിടെ വോട്ടർമാരെ നയിക്കുന്നത്. ആറന്മുള, തിരുവല്ല, ഇരവിപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പ്രവാസികളുടെ ഈ സാമ്പത്തിക ഉത്കണ്ഠയാണ് രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്യം വയ്ക്കുന്നത്. കേന്ദ്രത്തിന്റെ സുരക്ഷാ വാഗ്ദാനങ്ങളും സാമ്പത്തിക പാക്കേജുകളും ഇവിടെ പ്രധാന ചർച്ചാ വിഷയമാകുന്നു. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ 9 മലയാളി ബൂത്തിലേക്ക് നടക്കുമ്പോൾ അവന്റെ മനസ്സിൽ വികസനത്തിന്റെ കണക്കുകൾ മാത്രമല്ല ഉണ്ടാവുക, മറിച്ച് മിസൈൽ ശബ്ദങ്ങളും അവന്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടാകും. വിദേശ നയങ്ങളും സാമ്പത്തിക തന്ത്രങ്ങളും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ സാധാരണക്കാരായ മലയാളി വോട്ട് ചെയ്യുന്നത് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായ പ്രിയപ്പെട്ടവരുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാകും. 2021 ഇലക്ഷനിൽ പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് വെറും 1000 മുതൽ 5000 വരെ വോട്ടുകൾക്കാണ്. താനൂരിൽ വെറും 985 വോട്ടിനും കുന്നമംഗലത്ത് 4200 വോട്ടുകൾക്കുമാണ് വിധി നിർണ്ണയിക്കപ്പെട്ടത്. ഇവിടെ 10000കണക്കിന് പ്രവാസി കുടുംബങ്ങളിൽ യുദ്ധം സൃഷ്ടിക്കുന്ന ചെറിയൊരു അതൃപ്തി പോലും ഈ കുറഞ്ഞ മാർജിനെ മറികടക്കാൻ പര്യാപ്തമാണ്. പത്തനംതിട്ടയിലെ ആറന്മുള, തിരുവല്ല, കൊല്ലത്തെ ഇരവിപുരം, തിരുവനന്തപുരത്തെ വർക്കല തുടങ്ങിയ മണ്ഡലങ്ങളിൽ പ്രവാസി കുടുംബങ്ങളുടെ വോട്ടുകൾ നിർണായകമാണ്. പ്രവാസി വോട്ടുകൾ വിധി നിശ്ചയിക്കുന്ന 40 നിർണായക മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ മണ്ഡലങ്ങളിലെ പ്രവാസി കുടുംബങ്ങളിൽ വെറും 5% വോട്ടുകൾ മാറിയാൽ മതി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറിമറിയാൻ. അതുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ ക്യാമ്പും ഇന്ന് ഗൾഫിലെ വാർത്തകൾക്കായി ചെവി കൂർപ്പിക്കുന്നത്. കടലുകൾക്കപ്പുറം നിന്ന് കേൾക്കുന്ന മിസൈലുകളുടെ ഇരമ്പം കേരള ഇലക്ഷനെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുക എന്ന് കാത്തിരുന്ന് കാണാം.